15-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ AD 1453, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന കവാടമായ കോൺസ്റ്റന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കി. എത്രയും പെട്ടെന്ന് തന്നെ ഏഷ്യയിലേക്ക് വരാൻ മറ്റൊരു വാണിജ്യപാത കണ്ടെത്തുക എന്നത് യൂറോപ്യന്മാർക്ക് അനിവാര്യമായി വന്നു. സൂര്യകിരണങ്ങൾ കേരളത്തിൻ്റെ നെൽമണികളെ തലോടിയുണർത്തി. കുരുമുളകൾ എന്തിനു വേണ്ടി പയക്കുന്നുണ്ടായിരുന്നു? കേരളത്തിനത് അറിഞ്ഞിരുന്നില്ല. അവർ അന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പുതിയൊരു യുഗത്തിലേക്കുള്ള തുടക്കത്തിനെയായിരുന്നുവെന്ന്. 1498 സെൻറ്റ് ഗാബ്രിയേൽ, സെൻറ്റ് റാഫേൽ, ബെറിയോ എന്നീ കപ്പലുകൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ പ്രതീക്ഷയുടെ മുനമ്പ് ചുറ്റി കേരളക്കരയിലേക്ക് നീങ്ങി. കാണാക്കരയും കടലും കടന്ന് പൊരുതി നേടിയ കീർത്തിയും പെരുമയും അളന്ന് കാലമെന്നിലൂടെ കടത്തിവിട്ട വീരയോദ്ധാക്കളുടെ ഇതിഹാസത്തിന്റെ സാക്ഷി. 1498 മെയ് 20 കോഴിക്കോടുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് ഇന്ത്യയുടെ മണ്ണിൽ ആദ്യമായി ഒരു യൂറോപ്യൻ കാലുകുത്തി. വാസ്കോ ഡ ഗാമ. ഇന്ത്യയിലേക്കൊരു പുതിയ വാണിജ്യമാർഗം കണ്ടെത്താൻ പോർച്ചുഗീസ് രാജാവ് ഡോം മാനുവൽ ഒന്നാമനായിരുന്നു വാസ്കോയെ അയച്ചത്. ഗാമ കോഴിക്കോട് കോവിലത്ത് നിന്ന് സാമൂതിരിയെ സന്ദർശിക്കുകയും കച്ചവടത്തിനുള്ള അനുമതി ചോദിക്കുകയും ചെയ്തു. സാമൂതിരി കൊട്ടാരത്തിന് പറങ്കികളുമായി യാതൊരു ബന്ധവും വേണ്ട. മെയ് മാസത്തിൽ വന്ന വാസ്കോയ്ക്ക് ആഗസ്റ്റിൽ തന്നെ കോഴിക്കോട് വിടേണ്ടി വന്നു. പക്ഷേ കുരുമുളകിൻ്റെ ഗന്ധം വാസ്കോയുടെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കിങ് ഓഫ് സ്പൈസസ് എന്നറിയപ്പെടുന്ന കുരുമുളകിൻ്റെ വാണിജ്യ സാധ്യത വാസ്കോ മനസ്സിൽ കുറിച്ചിട്ടു. യാത്രാമധ്യേ അദ്ദേഹത്തിന് മറ്റൊരു ക്ഷണം കിട്ടി, കോലത്തിരിയുടെ ക്ഷണം. അതേ തുടർന്ന് കണ്ണൂരിലെത്തിയ വാസ്കോയ്ക്ക് കോലത്തിരി എല്ലാ വാണിജ്യ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തു. 1498 കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട വാസ്കോ 1499 ലിസ്ബണിലെത്തി. യാത്രയ്ക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടി ലാഭവുമായാണ് വാസ്കോ എത്തിയത്. കാർട്ടസ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയാൻ വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ കൊടുത്തിരുന്ന പാസ്സാണ് കാർട്ടസ്. ഓരോ വ്യാപാര കപ്പലുകൾക്കും ചരക്ക് കടത്തണമെങ്കിൽ പോർച്ചുഗീസിനൊരു തുക നൽകി കാർട്ടസ് എടുക്കണമായിരുന്നു. കപ്പലിൻ്റെ വലിപ്പം, കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരം, ചരക്കിൻ്റെ വിവരം, എത്തിച്ചേരുന്ന തുറമുഖം എന്നിവയൊക്കെയായിരുന്നു കാർട്ടസിൽ രേഖപ്പെടുത്തിയിരുന്നത്. ശേഷം 1500 പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധിയാണ് അൽവാരിസ് കബ്രാൾ. കബ്രാളിൻ്റെ പ്രതിനിധിയായി സാമൂതിരിയുമായി ധാരണയിലെത്തിയത് ഐറിസ് കൊറിയായിരുന്നു. മുസ്ലിം കച്ചവടക്കാരുമായും അറബികളുമായും നിരന്തരം പ്രശ്നമുണ്ടാക്കുമായിരുന്നു കബ്രാൾ. അതേസമയം ഈ മുസ്ലിങ്ങളുമായെല്ലാം സൗഹൃദത്തിലായിരുന്ന നാട്ടുകാർ സംഘമായി വന്ന് കബ്രാളിൻ്റെ കപ്പലുകൾ തീയിടുകയും ആക്രമിക്കുകയും ചെയ്തു. പടയാളികൾ മരണപ്പെട്ടുവെങ്കിലും കബ്രാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് 1500 ഡിസംബർ 25 കൊച്ചിയിലെത്തി. സാമൂതിരിയുമായുള്ള പ്രശ്നത്തിൽ തൻ്റെ കൂടെ നിൽക്കാൻ അനുയോജ്യൻ പോർച്ചുഗീസുകാരാണ് എന്ന കണക്കൂട്ടലിലായിരുന്നു കൊച്ചി രാജാവ്. കൊച്ചിയിൽ വ്യാപാരശാല ഉണ്ടാക്കാനും ചെറിയ വിലയ്ക്ക് കുരുമുളകൾ നൽകാനും രാജാവ് സമ്മതം മൂളി. വാസ്കോയ്ക്കും കബ്രാളിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നത് ജവോ ഡ നോവയായിരുന്നു. വർഷം 1502. കടലിൻ്റെ ഓളപ്പരപ്പുകൾ കീറിമുറിച്ച് വീണ്ടും ഒരു കപ്പൽ ഇന്ത്യ ലക്ഷ്യമാക്കി നീങ്ങി. വാസ്കോയുടെ രണ്ടാം വരവ്. മുന്നിൽ കാണുന്ന എല്ലാ മുസ്ലിം കപ്പലുകളെയും ആക്രമിച്ചുകൊണ്ടായിരുന്നു വാസ്കോയുടെ വരവ്. കണ്ണൂരുള്ള കോലത്തിരിയെ കാണാൻ പോയ വാസ്കോ കുരുമുളക് വ്യാപാരം കൂടുതൽ ലാഭകരമാകുന്ന രീതിയിലും ഭണ്ഡകശാല നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള അനുമതികൾ വാങ്ങിയെടുത്തു. ശേഷം കോഴിക്കോടുള്ള സാമൂതിരിയുടെ അടുത്തെത്തി മുസ്ലിം കച്ചവടക്കാരെ അവിടെ നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ സാമൂതിരി തയ്യാറായിരുന്നില്ല. കുപിതനായ വാസ്കോ കോഴിക്കോട് പട്ടണം ആക്രമിച്ചു. ചരക്ക് കപ്പലുകൾ തീയിടുകയും എല്ലാവരോടും ക്രൂരമായി പെരുമാറുകയും ചെയ്തു. ശക്തനായ സാമൂതിരി പ്രതിരോധിക്കാൻ തുടങ്ങി. തന്ത്രശാലിയായ വാസ്കോ കൊച്ചിയിലെത്തി കൊച്ചി രാജാവിന് ഒരു പൊൻകിരീടം കൊടുത്തു. അദ്ദേഹത്തെ പ്രീണിപ്പെടുത്തി. കൊച്ചിയിൽ എന്തും ചെയ്യാവുന്ന രീതിയിൽ ആ ബന്ധം വളർന്നു.
കൊല്ലത്ത് നിന്നും കിട്ടിയ ക്ഷണമനുസരിച്ച് രാമ കൊല്ലത്തും പോയി വ്യാപാരം തുടങ്ങി. കൊച്ചി രാജാവിന് പോർച്ചുഗീസുകാരോടുള്ള ഈ ഒരു സൗഹൃദം സാമൂതിരിക്ക് ആശങ്കയുണ്ടാക്കി. സ്വന്തം സാമന്തരാജ്യമായ കൊച്ചിക്ക് തന്നേക്കാൾ വലുത് ഈ പറങ്കികളാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കത്ത് സാമൂതിരി കൊച്ചിയിലേക്ക് അയച്ചു. സാമൂതിരിക്ക് പക്ഷേ മറുപടിയൊന്നും കിട്ടിയില്ല. അസ്വസ്ഥനായ സാമൂതിരി പുറത്തു നിന്ന് വന്ന പറങ്കികളോട് കൂറ് കാണിക്കുന്ന കൊച്ചി രാജാവിനെതിരെ പടയൊരുക്കി. യുദ്ധമെങ്കിൽ യുദ്ധം.